ഗുഡ് മോർണിംഗ്. നമ്മളുടെ യൂണിറ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ കുറച്ച് ആൾക്കാർക്ക് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവർക്കായിട്ട് റെക്കോർഡിംഗ് നടത്തുകയാണ്. റെക്കോർഡിംഗ് നടത്തി മീറ്റിംഗിന്റെ വിശദ വിവരങ്ങൾ അതിൽ അയക്കുകയാണ്. തീർച്ചയായിട്ടും അത് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുകയാണ്. സമയം കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. നമുക്കിപ്പോൾ 16 പേരാണ് ഈ വർഷം ആക്റ്റീവ് ആയിട്ടുള്ളത്. അതിൽ രമ്യ മനോജ് 5 പോളിസികളുടെ കൂടെ ടോപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. തൊട്ട് പുറകിൽ തന്നെ രാമേന്ദ്രൻ 4, ജയലക്ഷ്മി ചേച്ചി 3, ധന്യ 3 ഇങ്ങനെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2 പേര് പുതിയതായിട്ട് ആക്റ്റീവായി. നമ്മള് ഈ കാലത്ത് ചെറിയ മാറ്റം നമ്മളുടെ പ്രവൃത്തിയിലൊക്കെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ചെറിയ വൈറസ് നമ്മളെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. സോ വി ഹാവ് ടു ഷിഫ്റ്റ് ഫ്രം BC ടു AD. BC എന്നുള്ള വേണമെങ്കിൽ ബിഫോർ കൊറോണ എന്ന രീതിയിലേക്ക് പറയാം. കൊറോണയ്ക്ക് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് AD ആഫ്റ്റർ കൊറോണ അല്ല. കാരണം കൊറോണ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൊറോണയോട് കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. BC നമുക്ക് വേറെ രീതിയിൽ പറയാം, ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് എന്നുള്ള അവസ്ഥയിൽ നിന്നും AD ഡിസയർ ആൻഡ് എയിം എന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധിയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് അതിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. കാരണം എക്സ്പ്ലോയിറ്റ് പ്രസന്റ് സിറ്റുവേഷൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇൻഷുറൻസിന്റെ അവയർനെസ് ആൾക്കാരിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് വേണം എന്ന തോന്നല് ആൾക്കാർക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷുറൻസ് പോളിസികളിൽ താല്പര്യം ഒരുപാട് ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇൻഷുറൻസ് വേണം എന്ന ചിന്താഗതിയെ, ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഫാമിലിക്ക് അത്യാവശ്യമാണ് എന്ന ചിന്താഗതിയെ ക്യാഷ് ചെയ്യാൻ ഉപയോഗിക്കണം. മാത്രമല്ല, ഇന്നത്തെ പുതിയ സാഹചര്യം എന്താ വെച്ച് കഴിഞ്ഞാല് പലിശ നിരക്ക് ബാങ്കുകളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിസർവ് ബാങ്ക് പിന്നെയും പലിശ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും താഴേക്ക് പോകും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ആത്മനിർഭർ അഭിയാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസിയാണ് ഇപ്പോൾ സെൽഫ് റിലയന്റ് ഇന്ത്യ, അല്ലെങ്കിൽ സ്വയം പര്യാപ്തമായ ഇന്ത്യ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് പോകുന്നത്. ഈ കൊറോണയ്ക്ക് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ കൊറോണയെ അതിജീവിക്കാൻ കൊടുത്ത സാമ്പത്തിക പാക്കേജുകൾ മുഴുവൻ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂടെ ഒതുക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. സാധാരണക്കാരന് വെറുതെ ആഹാരം കഴിക്കാൻ പൈസ കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്, ബാങ്കുകളിൽ കൂടെ പലിശ കുറച്ച് വായ്പ കൊടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ എന്തെങ്കിലും പുതിയ ബിസിനസ്സുകളോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളോ ഒക്കെ ഉണ്ടാക്കും. അതിൽ കൂടെ കുറച്ച് ആൾക്കാർക്ക് തൊഴിലവസരം കിട്ടും. അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക്, തൊഴിലിനോട് നഷ്ടപ്പെട്ടു വരുന്ന ആൾക്കാർക്ക് തൊഴിൽ കിട്ടുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശം. അങ്ങനെ ഉദ്ദേശിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഉദ്ദേശത്തില് പലിശ കുറച്ച് വായ്പകൾ കൊടുക്കും. പിന്നെയും പലിശ നിരക്ക് കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമ്മളുടെ ജീവൻ ശാന്തി, അതുപോലെ തന്നെ ജീവൻ ഉമംഗ്, ബീമാശ്രീ ഗ്യാരണ്ടി റിട്ടേൺ കൊടുക്കുന്നതാണ്, ജീവൻ ശിരോമണി, ഇത്തരം പ്ലാനുകൾക്ക് ഒരു ഭീഷണിയാണ്. കാരണം അതിൽ ഗ്യാരണ്ടീഡ് ആണ് ഈ 4 പ്ലാനുകൾക്ക് റിട്ടേൺ. അത്രയും റിട്ടേൺ കൊടുക്കാൻ LICക്ക് പറ്റുമോ എന്നൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ എന്ന് വേണമെങ്കിൽ ഈ 4 പ്ലാനുകൾ പിൻവലിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റും. അത് പരമാവധി നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു കൊടുത്ത് അത് നമുക്ക് എൻകാഷ് ചെയ്യാൻ സാധിക്കണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ ഏറ്റവും പുതിയതായിട്ട് വന്ന ചേഞ്ചുകൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിംഗിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. 1/2/2020 മുതൽ പുതിയ പോളിസികളാണ് 814, 815 എന്ന സ്ഥാനത്ത് മാറിയിട്ട് 914, 915 എന്നൊക്കെ ആയി മാറി. ടേബിൾ നമ്പറിൽ ഒരു അക്കം മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. എങ്കിലും പോളിസി എടുത്ത് 2 വർഷത്തിൽ കൂടുതൽ മുടങ്ങിയ പോളിസികൾ പുതുക്കാൻ പറ്റില്ല എന്നായിരുന്നു നിയമം. അത് പക്ഷേ മാറി 5 വർഷം വരെ പോളിസി റിവൈവ് ചെയ്യാം എന്ന കണ്ടീഷൻ പോളിസി ബോണ്ടിൽ തന്നെ അടിച്ചു വന്നിരിക്കുകയാണ്. അതിന് പുറമെ വന്ന വലിയ വ്യത്യാസം എന്താ വെച്ചാൽ
പ്രീമിയം വേവർ ബെനിഫിറ്റ്. പണ്ട് കുട്ടികളുടെ പേരിൽ എടുക്കുന്ന കുട്ടികളുടെ പോളിസികളിൽ മാത്രമായിരുന്നു ഈ പ്രീമിയം വേവർ ബെനിഫിറ്റ് കൊടുക്കുമായിരുന്നത്. എന്നാൽ ഇന്നത് മാറിയിട്ട് വലിയവരുടെ പേരിൽ എടുക്കാവുന്ന പോളിസി, ഉദാഹരണത്തിന് ജീവൻ ലാഭ്, എൻഡോമെന്റ്, ബീമാശ്രീ, ജീവൻ ഉമംഗ് തുടങ്ങിയ പോളിസികളിൽ കൂടെ പ്രീമിയം വേവർ ബെനിഫിറ്റ് കൊടുക്കാം. കുട്ടികളുടെ പേരിലാണ് പോളിസി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. അതും 25 വയസ്സ് വരെ കൊടുക്കാം എന്നുള്ളതും പുതിയ മാറ്റമാണ്. അതുപോലെ സെറ്റിൽമെന്റ് ഓപ്ഷൻ, നമ്മൾ പ്രപ്പോസൽ ഫോമിൽ അവസാനത്തെ 2 പേജുകളിൽ ഒപ്പ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത് മരണം സമയത്ത് സെറ്റിൽമെന്റ് ഓപ്ഷൻ വേണം, പൈസ ഒന്നിച്ച് കിട്ടണോ തവണകളായിട്ട് കിട്ടണോ, അതുപോലെ മെച്യൂരിറ്റി കിട്ടുന്ന ഒന്നിച്ച് കിട്ടണോ തവണകളായിട്ട് കിട്ടണോ എന്ന് നോക്കാനായിരുന്നു. അതും പുതിയൊരു ചേഞ്ചാണ്. ഈ വക ചേഞ്ചുകൾ നമ്മൾ മനസ്സിലാക്കി അതിനെ നല്ല രീതിയിൽ മാർക്കറ്റിംഗിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് കൂടുതൽ ഗുണം ചെയ്യും എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ബി എ മാസ്റ്റർ ഇൻ യുവർ വർക്ക്. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെ ആയാലും ആ തൊഴിലിലെ ഒരു മാസ്റ്ററായി, അതിലൊരു മാസ്റ്ററായി മാറുക. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാതിരിക്കുകയാണ്. വെളിയിൽ ഇറങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പുറത്തൊക്കെ അസുഖങ്ങളും ഹോട്ട്സ്പോട്ടുകളും ഈ കൊറോണ എന്നുള്ള ഭീഷണിയും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ വർക്കിൽ നമ്മളുടെ കാര്യങ്ങൾ പഠിക്കാൻ ഈ അവസരം തീർച്ചയായിട്ടും വളരെ പ്രയോജനപ്രദമായ ഒരു അവസരമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ശ്രമം നമ്മൾ നടത്തുന്നത്. നമുക്ക് ക്ലാസ് റൂമിൽ ആൾക്കാരെ വിളിച്ചിരുത്താനോ നിങ്ങളെ പബ്ലിക് വെഹിക്കിളിൽ യാത്ര ചെയ്യിപ്പിക്കാനോ തൽക്കാലം നിവൃത്തിയില്ല. ഏതെങ്കിലും ഒരാൾ ഹോട്ട്സ്പോട്ടിൽ നിന്ന് വരുന്ന ഒരാളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടെ ദോഷമായി തീരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അത്തരം റിസ്കുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. ഓൺലൈനിൽ കൂടിയുള്ള മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളുടെ വർക്കിൽ മാസ്റ്റർ ആവാൻ നമുക്ക് നേരിട്ട് ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ നമ്മൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തും. കഴിയുമെങ്കിൽ എല്ലായ്പ്പോഴും ഈ പരിപാടികൾ അറ്റൻഡ് ചെയ്യുക, നമ്മളുടെ അറിവുകൾ കൂട്ടാൻ പരമാവധി ശ്രമിക്കുക. പണ്ട് ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ശരിക്കും മാതൃകാപരമായിട്ടൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തില് അധ്വാനശീലരായിട്ടുള്ള കുറെ കൃഷിക്കാരുണ്ടായിരുന്നു. നന്നായി അധ്വാനിച്ച് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് സന്തോഷത്തോടെ കഴിയുന്ന ഒരു സമൂഹമായിരുന്നു. അവിടെ ഈ കർഷകർ ഓരോ വർഷം വിളവെടുപ്പ് കഴിയുമ്പോഴും ദൈവങ്ങൾക്ക് പൂജ കഴിക്കുകയൊക്കെ ചെയ്യും. എന്തോ ദേവന്മാരുടെ രാജാവായിട്ടുള്ള ദേവേന്ദ്രന് പൂജ കഴിച്ചില്ല എന്നുള്ളതിന്റെ ഈഗോ ആണെന്ന് അറിയില്ല, അത്ര ഇഷ്ടപ്പെട്ടില്ല. എവിടെയും അസൂയാലും ആണല്ലോ അദ്ദേഹം. ഈ ഗ്രാമത്തില് അടുത്ത 12 വർഷത്തേക്ക് മഴ പെയ്യാതിരിക്കട്ടെ എന്നൊരു ശാപമായിരുന്നു അദ്ദേഹം കൊടുത്തത്. ആ ശാപത്തിന്റെ വാക്കുകൾ ഒരു അശരീരി പോലെ ഗ്രാമവാസികളുടെ ചെവിയിൽ എത്തുകയും ചെയ്തു. അവർക്ക് പേടി പിടിച്ചു. 12 വർഷമൊക്കെ മഴയില്ലാതിരിക്കും. കുറെ കർഷകര് ഇതൊരു സുഖമായി, എന്തായാലും 12 വർഷം മഴയില്ല, നമ്മൾ രാവിലെ ദിവസം എണീച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് വേർത്ത് ബുദ്ധിമുട്ടി ഓരോന്നും ചെയ്യണത്, കുറച്ച് ദിവസം നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ എന്ന സന്തോഷമായിരുന്നു കുറച്ച് ആൾക്കാർക്ക്. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ അവസ്ഥ ദയനീയമായി. അടുത്ത വർഷത്തേക്ക് എടുത്തു വെച്ച വിത്തിന്റെ സ്ഥാനങ്ങൾ വരെ അവർക്ക് ആഹാരമായിട്ട് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ അവർ ദേവേന്ദ്രനെ പ്രാർത്ഥിച്ചപ്പോൾ ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയൊക്കെയായിരുന്നു ചെയ്തത്. പറഞ്ഞു, മഴ പെയ്യും, പക്ഷെ 12 വർഷമാണ് ഞാൻ ശപിച്ചത്. നീ പരമശിവന്റെ കയ്യിൽ ഒരു ഡമരു ഉണ്ട്, ആ ഉടുപ്പുള്ള സാധനം ഉണ്ടല്ലോ, അതിനാണ് ഡമരു എന്ന് പറയുക. ആ ഡമരു കൊട്ടുകയാണെങ്കിൽ ആ സമയത്ത് ആദ്യം മഴ പെയ്യും, അതുവരെ മഴ പെയ്യില്ല. അതുകൊണ്ട് പരമശിവൻ എന്ന് ഡമരു കൊട്ടണോ അന്നായിരിക്കും നിങ്ങൾക്ക് ഇനി മഴ കിട്ടുക എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ഈ ഗ്രാമവാസികൾ മുഴുവൻ പ്രാർത്ഥന പരമശിവനെ ആക്കി. പരമശിവൻ എത്രയും പെട്ടെന്ന് ഡമരു കൊട്ടണം എന്ന് പറഞ്ഞു. ദേവേന്ദ്രനാവട്ടെ പരമശിവനോടൊരു ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു, 12 വർഷം കഴിഞ്ഞ് മാത്രമേ ഡമരു കൊട്ടാൻ പാടുള്ളൂ. ഗ്രാമവാസികൾ ഒന്നടങ്കം ഈ പരമശിവനെ പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ ഒരു കർഷകൻ മാത്രം, ഒരു ഗ്രാമവാസി മാത്രം അയാളുടെ കൃഷിപ്പണികളിൽ വ്യാപൃതനായിരുന്നു, കൃഷിപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അയാള് പറഞ്ഞ വാക്കിതാണ്, ഞാൻ ഈ 12 വർഷം ഞാൻ ചെയ്യുന്ന തൊഴിൽ ചെയ്യാണ്ടിരുന്നാല് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് മറന്നുപോകാൻ സാധ്യതയുണ്ട്. എപ്പോൾ കൃഷി ഇറക്കണം, എന്തൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങൾ വരെ എനിക്ക് മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മറക്കാതിരിക്കാൻ എന്റെ പണികൾ തുടർന്നുകൊണ്ടേയിരിക്കും. മഴ പെയ്തിട്ടില്ലെങ്കിലും എനിക്ക് കൃഷി ഇറക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വിരോധമില്ല, ഞാൻ എന്റെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ കൂടെ കൂടുകയൊക്കെ ചെയ്യാം എന്ന് ഗ്രാമവാസികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അയാൾ പണിയെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പരമശിവനും പാർവതി ദേവിയും കാണുന്നുണ്ടായിരുന്നു. പാർവതി ദേവി സ്വകാര്യ സംഭാഷണത്തിൽ പരമശിവനോട് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് ഡമരു കൊട്ടിക്കൂടെ, ഈ പാവങ്ങളുടെ കഷ്ടപ്പാടൊന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. പരമശിവൻ പറഞ്ഞു, ഞാൻ ദേവേന്ദ്രന് വാക്കു കൊടുത്തു പോയി, അതുകൊണ്ടാണ് കൊട്ടാത്തത് എന്നായിരുന്നു പറഞ്ഞത്. ഒരു ദിവസം വേഷപ്രച്ഛന്നരായിട്ട് പാർവതിയും പരമശിവനും കൂടെ
ഈ ഗ്രാമവാസികളെത്തി ഈ കർഷകനെയും കണ്ടു. കർഷകനോട് അവരും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ഈ വെയിലുള്ള സമയത്തും മഴ പ്രതീക്ഷിക്കാൻ കൂടെ പറ്റാത്ത സമയത്തും കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ ജോലി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നായിരുന്നു കർഷകന്റെ മറുപടി. തിരിച്ചെത്തിയ പാർവതീദേവി പരമേശ്വരനോട് പറഞ്ഞത്, ഈ 12 വർഷം കഴിയുമ്പോൾ പക്ഷെ നിങ്ങളും തമ്മര് കൊട്ടാൻ മറക്കില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് കൊട്ടിക്കൂടെ, മാത്രമല്ല ഇവരെത്ര ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കണമെന്ന് കാണുന്നില്ല, നമുക്ക് എങ്ങനെ കഠിന ഹൃദയരാവാൻ പറ്റുക, നമുക്ക് എന്തെങ്കിലും ദ്രോഹം ഗ്രാമവാസികൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവസാനം പരമശിവന് മനസ്സിലുണ്ടാവുകയും തമര് കൊട്ടുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ മഴക്കാലം ആദ്യം ആരംഭിക്കുകയും ചെയ്തു. കൃഷിക്കാർക്കെല്ലാം സന്തോഷമായി അവരുടെ പണി ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കും അതെ, ഈ ഒരു കൊറോണ എന്നുള്ള ഭീതിയില് വെളിയിൽ ഇറങ്ങാൻ പറ്റാതിരിക്കുകയാണ്, ആൾക്കാരെ കാണാൻ പറ്റാതിരിക്കുകയാണ്. എന്നത് പൂർണ്ണമായി തീരും എന്ന് അറിയില്ല. അത് പക്ഷേ നമ്മളുടെ തൊഴിൽ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അടച്ച് വീട്ടിനകത്തിരിക്കുക, TV കാണുക, ഇതിലെ ഭീതി, മറ്റുള്ള ന്യൂസുകളൊക്കെ കൊറോണയെ കുറിച്ചോ എത്ര പേഷ്യൻസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചോ എത്ര ആൾക്കാർ മരിച്ചു എന്നുള്ളതിനെ കുറിച്ചോ രാഷ്ട്രീയ ചിന്താഗതികളെ കുറിച്ചോ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം വാചാലനായി സംസാരിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മളുടെ ജോലികളെ കുറിച്ച്, നമ്മളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ ഓർമ്മയില്ല, നമുക്ക് റെഫർ ചെയ്യണം, മറന്നുപോയി എന്നുള്ള അവസ്ഥയൊക്കെയാണ് പലതും ഉള്ളത്. അത് മാറ്റിയെടുക്കാൻ ഈ അവസരം തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഈ പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും നമ്മളുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കണം. കഴിയാവുന്ന മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുക, നമ്മളുടെ കയ്യിലുള്ള ബുക്കുകൾ വായിക്കുക, നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുക. അങ്ങനെ നമ്മളുടെ ചെയ്യുന്ന തൊഴിൽ ഏതായാലും ആ തൊഴിലിൽ നമ്മൾ മാസ്റ്റർ ആവാൻ ഈ ഒരു അവസരം ഉപയോഗിക്കണം എന്ന് ഓർമ്മിക്കാൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. ഇനി പുതിയൊരു മാറ്റമാണ് മോഡിഫിക്കേഷൻ ഇൻ പ്രീമിയം വേവർ ബെനിഫിറ്റ്. പ്രീമിയം വേവർ ബെനിഫിറ്റിൽ പണ്ട് ഉണ്ടായിരുന്ന പ്രീമിയം വേവർ ബെനിഫിറ്റിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം ആണ് ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാലും പ്രീമിയം വേവർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോളിസി അല്ല, മറിച്ച് ഇറ്റ് ക്യാൻ ബി ഗിവൺ വിത്ത് എ പോളിസി ഓൺലി റൈഡർ. ഒരു അഡീഷണൽ ഫിറ്റിംഗ് പോലെയാണ്, പോളിസിയുടെ കൂടെയുള്ള അഡീഷണൽ ഫിറ്റിംഗ് പോലെയാണ്. ഏതൊക്കെ പ്ലാന്റെ കൂടെയാണ് ഈ പ്രീമിയം വേവർ ബെനിഫിറ്റ് കിട്ടുക? കുട്ടികൾക്കാണ് പ്രീമിയം വേവർ ബെനിഫിറ്റ് എടുക്കുക. അതിൽ ഏതൊക്കെ പ്ലാന്റെ കൂടെ കിട്ടുക വെച്ചാൽ ഫണ്ട് ഉണ്ടായിരുന്ന തന്നെയാണ് ജീവൻ തരും, അതിപ്പോഴും ഉണ്ട്. ചിൽഡ്രൻസ് മണി ബാക്ക് പോളിസിയുടെ കൂടെ പ്രീമിയം വേവർ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ന്യൂ എൻഡോമെന്റ് പ്ലാൻ, 8 വയസ്സ് മുതൽ ന്യൂ എൻഡോമെന്റ് പോളിസി എടുക്കാം. ആ പോളിസി മൈനർ ലൈഫിന്റെ പേരിൽ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ പ്രീമിയം വേവർ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. രക്ഷിതാവിന് എന്തെങ്കിലും പറ്റിയാൽ തുടർന്ന് പ്രീമിയം അടയ്ക്കാതെ തന്നെ കുട്ടിക്ക് ബെനിഫിറ്റ് കൊടുക്കും. 25 വയസ്സ് വരെയുള്ള പ്രീമിയം LIC പേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പണ്ട് 18 വയസ്സ് വരെ ആയിരുന്നെങ്കിൽ 25 വയസ്സ് വരെയുള്ള പ്രീമിയമാണ് പേ ചെയ്യുന്നത്. ജീവൻ ലാഭ് 8 വയസ്സ് മുതൽ എടുക്കാവുന്ന പ്ലാനാണ്. ആ പ്ലാനിലും അതെ 25 വയസ്സ് വരെയുള്ള പ്രീമിയം അടയ്ക്കാതിരിക്കാൻ പറ്റും. രക്ഷിതാവിനെന്തെങ്കിലും നിർഭാഗ്യവശാൽ പറ്റിയാൽ ഈ പ്രീമിയം വേവർ ബെനിഫിറ്റ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ജീവൻ ഉമംഗ് 90 ദിവസം കഴിഞ്ഞാൽ തന്നെ പോളിസി എടുക്കാം കുട്ടികളുടെ പേരിൽ. അതിലും രക്ഷിതാവിന് എന്തെങ്കിലും പറ്റിയാൽ പ്രീമിയം വേവർ ബെനിഫിറ്റ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 വയസ്സ് വരെയുള്ള പ്രീമിയം അടയ്ക്കാതെ തന്നെ ബെനിഫിറ്റ് കിട്ടും. ബീമാശ്രീ എടുക്കാനും 8 വയസ്സാണ് മിനിമം ഏജ് ഉണ്ട്. അതുകൊണ്ട് ബീമാശ്രീ മൈനർ ലൈഫിന്റെ പേരിൽ എടുക്കുകയാണെങ്കിലും ഈ പ്രീമിയം വേവർ ബെനിഫിറ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഹു ഈസ് എലിജിബിൾ? ആരാണ് ഇതിന് എലിജിബിലിറ്റി ഉള്ളത്? എത്ര വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഈ പ്രീമിയം വേവർ ബെനിഫിറ്റ് എടുക്കാം? ചിൽഡ്രൻ അപ് ടു ഏജ് 25 എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. കാരണം 25 വയസ്സ് വരെയാണ് പ്രീമിയം വേവർ ബെനിഫിറ്റ് കൊടുക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് മിനിമം പ്രീമിയം പേയിങ് ടേം ഷുഡ് ബി 5 years. അപ്പോൾ കുട്ടികളുടെ പ്ലാൻ ചിൽഡ്രൻസ് മണി ബാക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ 20 വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ പേരിൽ, ചിൽഡ്രൻസ് മണി ബാക്ക് 20 വയസ്സ് താഴെയുള്ള കുട്ടിയുടെ പേരിൽ എടുക്കാൻ പറ്റില്ല, 12 വയസ്സ് വരെ എടുക്കാൻ പറ്റില്ല. 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പേരിൽ പോളിസി എടുക്കുകയാണെങ്കിൽ 25 വയസ്സ് വരെയുള്ള പ്രീമിയം വേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 5 വർഷമെങ്കിലും വേണം. ഇനി 21 വയസ്സായിട്ടുള്ള കുട്ടിയുടെ പേരിൽ എടുക്കുകയാണെങ്കിൽ പ്രീമിയം വേവ് എടുക്കാൻ പറ്റില്ല. കാരണം പ്രീമിയം പേയിങ് ടേം 5 വർഷം ഉണ്ടാവില്ല PW കഴിയുന്നവരെ. അതുപോലെ 35 വയസ്സിൽ കഴിയുന്ന ഒരു 10 വയസ്സായിട്ടുള്ള കുട്ടിയുടെ പേരിൽ എൻഡോമെന്റ് പോളിസി 25 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് 35 വയസ്സിലെ പോളിസി കഴിയുക, പ്രീമിയം വേവർ ബെനിഫിറ്റ് ഓപ്റ്റ് ചെയ്തു, രക്ഷിതാവിന് എന്തെങ്കിലും പറ്റിയാൽ 25 വയസ്സ് വരെയുള്ള പ്രീമിയം ഒഴിവാക്കി കൊടുക്കും. ബാക്കി 25 വയസ്സിന് ശേഷമുള്ള പ്രീമിയം ഒരു അടച്ചാൽ മതി. അല്ലെങ്കിൽ 25 വയസ്സ് വരെ അടച്ച പ്രീമിയത്തിനനുസരിച്ചിട്ടുള്ള പ്രൊപ്പോർഷണേറ്റ് ബെനിഫിറ്റ് ആണ് LIC കൊടുക്കുക. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള രക്ഷിതാവ് ആവണം ഈ പ്രീമിയം വേവർ ബെനിഫിറ്റ് എടുക്കാൻ എന്ന് നോക്കിയാൽ പുരുഷന്മാരായിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രീമിയം വേവർ ബെനിഫിറ്റ് ഓപ്റ്റ് ചെയ്യാം. സ്ത്രീകളാണെങ്കിൽ അവർ കാറ്റഗറി 1 അല്ലെങ്കിൽ കാറ്റഗറി 2 ടൈപ്പ് ആയിരിക്കും. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് ഓർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ, അവർക്ക് പുരുഷന്മാർക്ക് തുല്യമാണ് ഇൻഷുറൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഒക്കെ.
അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രപ്പോസർ ആവാം. 2, കാറ്റഗറി 2 ലേഡീസ്. കാറ്റഗറി 2 ലേഡീസ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സ്ത്രീകൾ. സ്വന്തം വരുമാനത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ റെന്റൽ ഇൻകം, അങ്ങനെയൊക്കെ റെന്റൽ ഇൻകോ വേറെ ഏതെങ്കിലും രീതിയിൽ അഗ്രികൾച്ചർ ഇൻകോ ഒക്കെ ഉണ്ടാവാം. അവർ സ്വയം അധ്വാനിക്കാതെ ആണെങ്കിൽ പോലും വരുമാനമുണ്ട്, അവർക്ക് റിട്ടേൺസും ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ ആ സ്ത്രീകൾക്കും പ്രപ്പോസർ ആവാൻ പറ്റും, പ്രീമിയം വേവർ ബെനിഫിറ്റും എടുക്കാൻ പറ്റും. പക്ഷേ കാറ്റഗറി 3 ലേഡീസിന് പ്രീമിയം വേവർ ബെനിഫിറ്റിന് പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല. കാറ്റഗറി 3 ലേഡീസ് എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ പലരും ടൈലറിങ്, അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചർ, പ്രൈവറ്റ് സ്കൂളുകളിൽ ടീച്ചർ, ഏതെങ്കിലും ഒരു ടെലിഫോൺ ബൂത്തിൽ ഇരിക്കുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേയിലെ സ്റ്റാഫ്, കടയിലെ സെയിൽസ് ഗേൾ, അങ്ങനെയുള്ളവർക്കൊന്നും പറ്റില്ല. ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാതെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പ്രീമിയം വേവർ ബെനിഫിറ്റിന് പ്രപ്പോസർ ആവാൻ പറ്റില്ല. കാറ്റഗറി 1 or 2 പെടുന്ന സ്ത്രീകളാണ് പ്രീമിയം വേവർ ബെനിഫിറ്റ് എടുക്കണമെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ പറ്റുക. പുരുഷന്മാരാണെങ്കിൽ അങ്ങനെ നിബന്ധനകളില്ല. മിനിമം ഏജ് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം ഈ പ്രപ്പോസ് ചെയ്യുന്ന ആൾക്ക്. മാക്സിമം ഏജ് 55 ആവാൻ പറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. അപ് ടു വാട്ട് ഏജ് പ്രീമിയം വേവർ ബെനിഫിറ്റ് ഈസ് അവൈലബിൾ? കുട്ടിയുടെ 25 വയസ്സ് വരെ ആയിരിക്കും പ്രീമിയം വേവർ ബെനിഫിറ്റ് എലിജിബിൾ ആവുക. പ്രപ്പോസറുടെ പ്രായം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ 18 വയസ്സ്, ഏറ്റവും കൂടിയത് 55 വയസ്സ്. അതുപോലെ പോളിസി കഴിയുമ്പോൾ 70 വയസ്സ് ആവാൻ പാടുള്ളൂ രക്ഷിതാവിന്. അതിൽ കൂടുതലുള്ള സമയത്ത് കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഹൗ സം അണ്ടർ കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ്? ഈ പ്രീമിയം വേവർ ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് LIC റിസ്ക്, അതിനെയാണ് സം അണ്ടർ കൺസിഡറേഷൻ പറയുക. അത് നോക്കിയിട്ടാണ് ഇയാൾക്ക് മെഡിക്കൽ റിപ്പോർട്ട് വേണോ, സ്പെഷ്യൽ റിപ്പോർട്ട് വല്ലതും വേണോ എന്നൊക്കെ തീരുമാനിക്കുക. അതിനെ കണക്കാക്കേണ്ടത് ഈ കുട്ടിക്ക് 25 വയസ്സാവുന്നവരെയുള്ള പ്രീമിയം എത്രയും നോക്കുക. പ്രീമിയം വേവർ ബെനിഫിറ്റ് ഇല്ലാതെ അതിൽ നിന്ന് ഇപ്പൊ അടയ്ക്കുന്ന ആദ്യത്തെ പ്രീമിയം മൈനസ് ചെയ്യും. കാരണം രക്ഷിതാവിന് എന്തെങ്കിലും പറ്റിയാൽ ഈ പ്രീമിയം എന്തായാലും വന്നു കഴിഞ്ഞു, ഇനിയുള്ള പ്രീമിയം കുട്ടിക്ക് 25 വയസ്സ് ആവുന്നവരെയുള്ള ഇനിയുള്ള പ്രീമിയോടെല്ലാം ഒഴിവാക്കി കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്രീമിയം, 25 വയസ്സ് വരെയുള്ള ഫ്യൂച്ചർ പ്രീമിയം മൈനസ് ഫസ്റ്റ് പ്രീമിയം ആയിരിക്കും സം അണ്ടർ കൺസിഡറേഷൻ. അതനുസരിച്ചായിരിക്കും ഈ രക്ഷിതാവിന് മെഡിക്കൽ എക്സാമിനേഷൻ വേണോ, മെഡിക്കൽ എക്സാമിനേഷൻ മിക്കവാറും വേണ്ടി വരും, ECGയോ സ്പെഷ്യൽ റിപ്പോർട്ട്സോ വല്ലതൊക്കെ വേണോ എന്നുകൂടെ തീരുമാനിക്കും. അതുപോലെ ഈ മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രീമിയം വേവർ ബെനിഫിറ്റ് എടുക്കുകയാണെങ്കിൽ രക്ഷിതാവ് നോൺ മെഡിക്കൽ സ്പെഷ്യലിന് എലിജിബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ മാത്രം മെഡിക്കൽ എക്സാമിനേഷൻ വേണ്ട. നോൺ മെഡിക്കൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ഫേമിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് നോൺ മെഡിക്കൽ സ്പെഷ്യൽ എലിജിബിലിറ്റി ഉള്ളത്. അവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ പ്രപ്പോസ് ചെയ്യാം. അല്ലാത്തവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആണ്. പ്രൈവറ്റ് ഫേം, ബിസിനസ്, NRIs ഒക്കെ മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആണ് ഈ പ്രീമിയം വേവർ ബെനിഫിറ്റ് വേണമെങ്കിൽ. മാത്രമല്ല അതിനുള്ള ഫീസ് അവർ കയ്യിൽ നിന്ന് കൊടുക്കുകയും വേണം. ചെയ്യേണ്ടത് ഡോക്ടറുടെ അടുത്ത് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുകയും ചെയ്തതിന് ശേഷം ആ മെഡിക്കൽ എക്സാമിനേഷൻ ഫീ റിസീവ്ഡ് എന്ന് ആ ഫോമിൽ എഴുതി വാങ്ങിക്കുകയും വേണം. അതിന്റെ ഫീസ് പാർട്ടി കൊടുക്കണം എന്നാണ് നിയമം. അതുപോലെ ഇതിന് GST എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പ്രീമിയം വേവർ ബെനിഫിറ്റ് കൊടുക്കുന്നത് ഒരു ടേം അഷുറൻസിന് തുല്യമായിട്ടാണ്. കാരണം എന്തെങ്കിലും പറ്റിയാൽ ഈ രക്ഷിതാവിന് ഇത്രയും രൂപ അടയ്ക്കാതിരിക്കാം. ടേം അഷുറൻസ് പോലെ തന്നെയാണ്. പക്ഷേ ഒരു ടേം അഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ജീവൻ അമർന്നോ, മൂല്യജീവൻ, അന്മൂല്യജീവൻ ഇല്ല ഇപ്പോൾ, അതായത് ഈ ടേം അഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ GST 18% പ്ലസ് 1% ബ്ലഡിന്റെ സെസ്സും കൂടെ 19%. ഈ പ്രീമിയം വേവർ ബെനിഫിറ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും GST വരുന്നില്ല. സാധാരണ പോളിസിക്ക് 4% പ്ലസ് 0.25% ഫ്ലഡ് സെസ് ആണ്. 4.25% ഫസ്റ്റ് ഇയർ വരുന്നത്. സെക്കൻഡ് ഇയർ മുതൽ 2.5% വരെ, 2.25 പ്ലസ് 4, അങ്ങനെ 2.5% വരെ അതേ GST വരുന്നുണ്ട്. GST താരതമ്യേന കുറവുമാണ്. ഇനി ഇതൊരു അനുഗ്രഹമാണോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ കുട്ടികളുടെ പേരിൽ ചില ആൾക്കാര് പോളിസി എടുക്കാൻ പറയും, എന്റെ പേരിൽ വേണ്ട, പക്ഷെ കുട്ടിയുടെ പേരിലാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ പേരിൽ നോക്കാന്ന് പറയും. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവനേക്കാൾ സ്നേഹം കുട്ടികളോടായിരിക്കും എന്നുള്ളതുകൊണ്ട് കുട്ടിയുടെ പേരിൽ എടുക്കാൻ പല ആൾക്കാർക്കും സന്തോഷമായിരിക്കും ഉണ്ടാവുക. അവനവന്റെ പേരിൽ എടുക്കാൻ പറഞ്ഞാൽ തയ്യാറാവുക. നമ്മൾ അവനവന്റെ പേരിൽ എടുക്കണം, അതാണ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ആവശ്യം എന്നൊക്കെ പറഞ്ഞാലും ചില ആൾക്കാർ അതിലല്ല താല്പര്യം കാണിക്കുക. കുട്ടിയുടെ പേരിലാണെങ്കിൽ എടുക്കാമെന്നാണ് പറയുക. കുട്ടികളുടെ പ്ലാനിന് കൊടുക്കേണ്ടി വരും. രക്ഷിതാവിന് പോളിസി ഒന്നും ഇല്ലെങ്കിൽ കുട്ടിയുടെ പേരിൽ പരമാവധി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. പ്രീമിയം വേവർ ബെനിഫിറ്റ് ഇല്ലാതെ. ഇനി പ്രീമിയം വേവർ ബെനിഫിറ്റോട് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ
കുട്ടിക്ക് 25 ലക്ഷം വരെയുള്ള ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. 25 ലക്ഷത്തിൽ കൂടുതലുള്ള ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ രക്ഷിതാവിന് ഇൻഷുറൻസ് കമ്പൽസറി ആണ്. ഇനി അത് LIC തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ടുള്ള ആളാണ്, കുട്ടിയുടെ പേരിൽ 50 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രൈവറ്റ് കമ്പനിയിലുള്ള ഇൻഷുറൻസിന്റെ പ്രൂഫുകൾ, റെസീറ്റോ അല്ലെങ്കിൽ അതിന്റെ ബോണ്ടിന്റെ കോപ്പിയോ പോളിസി നമ്പറോ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. അത്രയും എമൗണ്ടിനുള്ള തുല്യമായ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇനി അതില്ലാത്ത ഒരാളാണെങ്കിൽ ഈ പ്രീമിയം വെയർ ബെനിഫിറ്റോടുകൂടെ കൊടുക്കുകയാണെങ്കിൽ 25 ലക്ഷം വരെ പാർട്ടിക്ക് പോളിസി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടിയുടെ പേരിൽ പോളിസി കൊടുക്കാൻ പറ്റും. അതും തീർച്ചയായിട്ടും നമുക്കൊരു അനുഗ്രഹമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ പ്രീമിയം വേവർ ബെനിഫിറ്റ് എന്നുള്ളത് നമുക്കൊരു അവസരമായിട്ട് കണക്കാക്കിയിട്ട് തീർച്ചയായിട്ടും ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ പ്രീമിയം വേവർ ബെനിഫിറ്റ് എടുക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഫോംസ് ഏതൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രായം അനുസരിച്ചാണ് നമ്മൾ ഫോം ഉപയോഗിക്കുക. 10 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ 360 എന്നുള്ള ഫോമും, 10 വയസ്സിൽ കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ 340 എന്നുള്ള ഫോമാണ് കുട്ടിയുടെ ഇൻഷുറൻസിന് ഉപയോഗിക്കുക. പ്രീമിയം വേവർ ബെനിഫിറ്റ് വേണമെങ്കിൽ ഈ രക്ഷിതാവിന്റെ പേരിൽ 300 എന്നുള്ള ഫോം കൂടെ ഫില്ല് ചെയ്ത് വെക്കണം. നിർബന്ധമാണ്. രണ്ടുപേരുടെയും ഏജ് പ്രൂഫും വേണം, കുട്ടിയുടെയും വേണം രക്ഷിതാവിന്റെയും ഏജ് പ്രൂഫ് വേണം, ID പ്രൂഫും അഡ്രസ് പ്രൂഫും വേണം. അതിന് പുറമെ 2 ACRും വെക്കണം. കുട്ടിക്കുള്ള ACRും വെക്കണം. ഈ രക്ഷിതാവിനും ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് രക്ഷിതാവിന്റെ പേരുള്ള ഒരു ഏജൻസ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൂടെ ഉണ്ടായിട്ട് വെക്കണം. അതിന് പുറമെ NB 294 ക്ലോസ് 10A തുടങ്ങിയ ഫോമുകൾ കൂടെ സൈൻ ചെയ്തേക്കണം. NB 294 എന്ന് പറഞ്ഞാൽ മൈനർ ലൈഫിന്റെ പേരിൽ എടുക്കുന്ന പോളിസികളുടെ അഡണ്ടമാണ്. ക്ലോസ് 10A എന്നുള്ളത് കുട്ടി പ്രായപൂർത്തിയാവുമ്പോൾ കുട്ടിയുടെ പേരിൽ പൈസ കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന് രക്ഷിതാവിന്റെ കൺസെന്റ് ആണ്. ഈ ഫോമുകൾ കൂടെ അതിനോടൊപ്പം സൈൻ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കൊറോണയുടെ COVID-19 ക്വസ്റ്റനെയർ കൂടിയിട്ട് അതുകൂടെ നിർബന്ധമായിട്ടും വെക്കണം. എങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമുക്ക് ഈ പോളിസി കൊടുക്കാൻ പറ്റുക. തീർച്ചയായിട്ടും കുട്ടികളുടെ മാർക്കറ്റ് ഒരുപാട് വലുതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസം ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഹയർ എഡ്യൂക്കേഷനാണ് ഏറ്റവും കൂടുതൽ ചിലവാണെന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞതെങ്കിലും ഇന്നത് മാറി. ഇന്ന് 5ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ ആവുന്ന കുട്ടികൾക്ക് വരെ വിദ്യാഭ്യാസം ഓൺലൈനാണ്. പല വീടുകളിലും ഫോൺ ഇല്ലാത്തവരോട് പോയി ഫോൺ വാങ്ങിക്കുന്നുണ്ട്, പുതിയ നെറ്റ് കണക്ഷൻ എടുക്കുന്നുണ്ട്, ടാബ്, ലാപ്ടോപ്പ് തുടങ്ങിയ ഈ മേഖലകൾ ഒരുപാട് ചെലവ് വന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം ഒരുപാട് ചെലവ് വരുന്ന മേഖലയാണെന്നുള്ളതുകൊണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാതെ തന്നെ ആൾക്കാർക്ക് അറിയാം. എങ്കിൽ നമുക്കിത് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അത് പുതിയ പോളിസികൾക്കുള്ള ഒരു അവസരമാക്കി മാറ്റണം എന്നുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തായാലും അടുത്ത മീറ്റിംഗ് ഈ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ഉണ്ടാവും. അന്ന് സെറ്റിൽമെന്റ് ഓപ്ഷൻ, ഈ പോളിസിയിലെ കാലാവധി എത്തുമ്പോൾ കിട്ടുന്ന സംഖ്യ വേണമെങ്കിൽ തവണകളായി വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് കസ്റ്റമർക്ക് എന്താണ് ഗുണമുള്ളത്, ഏജന്റിന് എന്താണ് ഗുണമുള്ളത്, അതുപോലെ ഡെത്ത് ക്ലെയിം വരികയാണെങ്കിൽ അതിന് സെറ്റിൽമെന്റ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പറ്റുമെങ്കിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. കഴിഞ്ഞ ആഴ്ച ഇന്റർനെറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ഒരു നഷ്ടം വരരുതെന്നുള്ള ഉദ്ദേശം തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ ഇങ്ങനെ ചെയ്യണത്. എന്തായാലും നിങ്ങൾ എല്ലാവരും കേട്ടതിന് ശേഷം ഈ ഒരു അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്നെ വിളിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം നിങ്ങൾ കേട്ടോ ഇല്ലെന്ന് അറിയാൻ കൂടെയാണത്. എന്തായാലും എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. എല്ലാവർക്കും ഒരു നല്ല ജൂൺ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നന്ദി.